നമസ്കാരം. പാവപ്പെട്ട പാലോട് രവി എന്ന് പറയുന്ന ഏകദേശം ഒരു അരനൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് പാലോട് രവി. അദ്ദേഹം DCC അധ്യക്ഷന്റെ സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു. നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എന്ത് തെറ്റാണ് പാലോട് രവി ചെയ്തത്? അതൊരു വലിയ ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു സമ്മർദ്ദഫലമായിട്ട്. കാരണം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു ഓഡിയോ പുറത്ത് ലീക്ക് ഔട്ടായി. അത് മാധ്യമങ്ങളൊക്കെ കുറെ ഏറ്റുപിടിച്ചതിന്റെ ഫലമായി പാർട്ടിക്ക് അത് നാണക്കേടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്താകുന്നു എന്നുള്ളൊരു മാന്യമായ ഡീലാണ് പാലോട് രവി എന്ന് പറയുന്ന ഒരാൾ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് വെപ്രാളമൊക്കെ കാട്ടുന്ന ഒരാളാണ്. എന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തോളമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം എന്നുള്ള നിലയിലാണ് പാലോട് രവിയുടെ പ്രാധാന്യം. അങ്ങനെ അദ്ദേഹം കണ്ടതും കേട്ടതും ഈ 50 വർഷമായി അദ്ദേഹം കണ്ടതും കേട്ടതുമാണ് സത്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പാലോട് രവി പറഞ്ഞതിന് അല്ലാതെ എന്താണ് കേരളത്തിൽ കഥ? പാലോട് രവി പറഞ്ഞതെല്ലാം തെറ്റാണോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ സമ്മതിച്ചു തരൂ? ഈ പറയുന്ന കാര്യങ്ങൾ പാലോട് രവി പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്. പാലോട് രവി സ്ഥാനലബ്ധിക്ക് വേണ്ടി പറഞ്ഞു. പാലോട് രവി എന്ത് സ്ഥാനലബ്ധിക്ക് വേണ്ടിയിട്ടാണ്? എത്രയോ കാലം നെടുമങ്ങാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന MLA ആണ് അദ്ദേഹം, അല്ലെ? പിന്നെ അതോടെ സഭാ ഉപാധ്യക്ഷനായിരുന്നല്ലോ അദ്ദേഹം. അപ്പോ എന്താണ് പുള്ളിക്ക് വേണ്ട ഇനിയൊരു നേട്ടം? അപ്പൊ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം, ഇത് വ്യാജ പ്രചരണമാണോ? കോൺഗ്രസിൽ ഇരിക്കുന്ന ഓരോ നേതാക്കന്മാരും നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? ഇല്ല. ഇപ്പൊ തന്നെ നമുക്ക് തൃശ്ശൂർ മുൻ DCC ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന യതീന്ദ്രദാസ് എന്ന് പറയുന്ന നേതാവ് പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമാണ് എന്ന് പലരും അങ്ങനെയല്ല എന്ന് പറഞ്ഞിരുന്നാൽ തന്നെയും അത് അങ്ങനെയാണ് എന്ന് പൊതുജനത്തിന് മനസ്സിലാവും. കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു സംവിധാനം, അത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആ കുത്തഴിഞ്ഞ ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് തൃശ്ശൂരിൽ, അതിന്റെ ഒരു ഭയാനകമായ വെർഷൻ കാണുന്നത് തൃശ്ശൂരിലായിരിക്കും. ഈ പാലോട് രവി തന്നെ അദ്ദേഹത്തിന്റെ അതിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഈ ന്യൂനപക്ഷമായിട്ടുള്ളവര് കോൺഗ്രസിലുള്ള ന്യൂനപക്ഷക്കാര് LDF-ലേക്കും ബാക്കിയുള്ളവർ BJP-യിലേക്കും പോകും എന്ന് പറഞ്ഞിരുന്നു. ഏകദേശം 10-60 സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി കാശുകളുമായിട്ട് അല്ലെങ്കിൽ പണവുമായി ഇവിടെ BJP ഇറങ്ങിയിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയുന്നു. ഇതിനകത്ത് കള്ളമുണ്ടോ? ഇവിടെ ഈ പറയുന്ന കഴിഞ്ഞ ഒരു കാലഘട്ടം, കഴിഞ്ഞ ഒരു 5 വർഷം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും എത്ര പേര് ഈ CPM-ന്റെ ഭാഗമായി ഇപ്പൊ ഇരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ നമ്മൾ എടുത്ത് നോക്ക്. എവിടെ നിന്ന് വന്നവരാണ് ഇവരൊക്കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലം, തൃശ്ശൂര് ഇത് മുൻപെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ BJP-ക്ക് അവിടെ വോട്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അതിനെക്കുറിച്ചാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇവിടെ CPM-കാര് പൂരം കലക്കുന്നു, പൂരം കലങ്ങിയതിന്റെ ഗുണം ഇയാൾക്ക് കിട്ടി എന്നല്ലേ, സുരേഷ് ഗോപിക്ക് കിട്ടി. അങ്ങനെ സുരേഷ് ഗോപി MP ആകുന്നു, പിന്നെ മന്ത്രിയാകുന്നു, ഇങ്ങനെ കിട്ടിയെന്നല്ലേ പറഞ്ഞത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കുറ്റവാളിയാക്കപ്പെട്ടത് CPM-കാരല്ലേ, അതായത് ഇടതുപക്ഷക്കാരായിരുന്നില്ലേ? എന്നിട്ടും അവിടെ ഇടതുപക്ഷം മാന്യമായി 2ാം സ്ഥാനത്തേക്ക് എത്തി. ബാക്കി വന്ന 10,75,000 വോട്ടുകളോളം ഇവിടെ ഈ പറയുന്ന K. മുരളീധരൻ അവിടെ നഷ്ടപ്പെട്ടു തൃശ്ശൂരിൽ. ഇത് അന്ന് തന്നെ വന്നതല്ലേ? പാർട്ടിയിലുണ്ടായ വീഴ്ചയാണ് എന്നുള്ള തരത്തിൽ വാർത്തകൾ അന്ന് തന്നെ പ്രചരിച്ചതല്ലേ? അവരുടെ അന്വേഷണ സമിതി പോലും അതല്ലേ കണ്ടെത്തിയത്, അല്ലെ? എന്നിട്ടും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പൂരം കലക്കി അവിടെ BJP-ക്ക് ജയിക്കാൻ വേണ്ട സൗകര്യം ഈ നമ്മുടെ പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തു, അതായത് CPM ഉണ്ടാക്കി കൊടുത്തു എന്നുള്ള ഒരു നരേറ്റീവ് ആണല്ലോ കോൺഗ്രസ്സുകാർ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഈ കോൺഗ്രസ്സുകാരുടെ കയ്യിലിരിപ്പ് കാരണമല്ലേ K. മുരളീധരൻ പറഞ്ഞത്? തോറ്റതിന് ശേഷം 3ാം സ്ഥാനത്ത് പരാജയപ്പെട്ടതിന് ശേഷം മുരളീധരൻ പോലും പറഞ്ഞത് എന്തെന്നാണ്? ഞാൻ ഇനിയിപ്പോ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്കും വരുന്നില്ല എന്ന് അതീവ വിഷമത്തോടു കൂടി പറഞ്ഞ ഒരാളല്ലേ K. മുരളീധരൻ എന്ന് പറയുന്ന നേതാവ്, അല്ലെ? ഇപ്പൊ യതീന്ദ്രദാസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതായത് ആ എഴുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ചോദ്യം ഇങ്ങനെയാണ്: പാലോട് രവി നടത്തിയ വിലയിരുത്തലാണോ തെറ്റ്? അതൊരു ആദ്യത്തെ ചോദ്യം. സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടതാണോ തെറ്റ്? കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അക്ഷരം പ്രതി ശരിയാണ്. ഒരു പാർട്ടിക്കാരനെ സംബന്ധിച്ചിടത്തോളം 3ഉം 4ഉം സ്ഥാനമാനങ്ങൾ എന്തിനാണ്? അദ്ദേഹം പാലോട് രവി ഉയർത്തിയൊരു ചോദ്യമാണ്. 3ഉം 4ഉം സ്ഥാനങ്ങൾ എന്തിനാണ് ഒരാൾക്ക്? ഒരാളെ MP ആയിട്ടിരിക്കുമ്പോൾ അയാൾ MP-യുടെ കാര്യം മാത്രം നോക്കണം. ഒരാൾ MLA ആയിരിക്കുമ്പോൾ അയാൾ MLA മാത്രമായിരിക്കണം. അല്ലാതെ പിന്നെ പാർട്ടിയുടെ കുറേയധികം പിന്നെ സ്ഥാനമാണ്, ദേശീയ ജനറൽ സെക്രട്ടറി, പ്രവർത്തക സമിതി അംഗം, അത് ഇത്, പിന്നെ KPCC സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി പദവികൾ എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉയർത്തിയിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്: പാർട്ടിയിൽ ഭിന്നതയുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമായ തോതിൽ ഭിന്നതയുണ്ട്. ആ പരസ്പരം ആത്മാർത്ഥതയോടുകൂടിയുള്ള ഒരു സ്നേഹബന്ധവും പാർട്ടി പ്രവർത്തകർ തമ്മിലില്ല.
ഇതുകൊണ്ട് തന്നെ പാർട്ടി തലകുത്തി വീഴും, അടുത്ത തവണയും ഇടതുപക്ഷം തന്നെ വിജയിക്കും, മൂന്നാം വട്ടവും ഭരണം തുടരും, ആ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി മൂക്കും കുത്തി താഴെ വീഴും എന്ന് തന്നെ ഈ ജലീൽ എന്ന് പറയുന്ന കേട്ടോണ്ടിരുന്ന ആളും പറഞ്ഞല്ലോ. ഈ തെരഞ്ഞെടുപ്പോടുകൂടി പിന്നെ പാർട്ടി ഉണ്ടാവില്ല, കോൺഗ്രസ് പാർട്ടി ഉണ്ടാവില്ല എന്ന് ജലീൽ എന്ന് പറയുന്ന ആരാളും പറഞ്ഞല്ലോ. അദ്ദേഹം പോലും ആ കൂടെ സംസാരിച്ച ആള് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം പാർട്ടി വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് തന്നെയല്ലേ അർത്ഥം. ഇനിയും അതേ വരുത്തുന്ന 50 കൊല്ലമായി കോൺഗ്രസിൽ കേൾക്കുന്ന പേര് പോലും കാണുന്ന പേരും കാണുന്ന മുഖവുമാണ് പാലോട് രവി എന്നാണ് ഇന്ദ്രദാസ് എഴുതിയിരിക്കുന്നത്. കാരണം 50 കൊല്ലമായി കോൺഗ്രസിൽ കേൾക്കുന്ന പേരും മുഖവുമാണ് ശരിക്കും പാലോട് രവി. അല്ല, ഒരു സംശയം, പാലോട് രവി പറഞ്ഞ വസ്തുത ഒന്ന് പരിശോധിക്കാൻ ഹൈക്കമാൻഡുകാർക്ക് കഴിയുമോ? അതായത് ഇദ്ദേഹം അവിടുത്തെ DCC അധ്യക്ഷനായിരുന്നു എന്ന് പറഞ്ഞ, DC ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ പറയുന്ന ഇന്ദ്രദാസ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: പാലോട് രവി ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു വസ്തുത ഒന്ന് അന്വേഷിക്കാൻ, ഇത് പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാൻ ഹൈക്കമാൻഡുകാർ തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യവും ഇദ്ദേഹം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസിൽ നിന്ന് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ BJP-യിലേക്ക് പോകുന്നതേ വാർത്തയാകുന്നുള്ളൂ. അതായത് ഈ പറയുന്ന പോലെ കോൺഗ്രസിൽ നിന്ന് അഖിലേന്ത്യാ തലത്തിലുള്ള നേതാക്കന്മാർ മാത്രം, ഇപ്പൊ പറയുന്ന പോലെ അസം മുഖ്യമന്ത്രി, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറയുമ്പോൾ മാത്രമേ അതൊക്കെ വാർത്തയാകുന്നുള്ളൂ എന്നുള്ളതാണ്. മണ്ഡലം ബൂത്ത് തല പ്രവർത്തകർ പോകുന്നതിന്റെ വല്ല കണക്കും ഈ പറയുന്ന കാമന്റമാരുടെ കയ്യിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോ മണ്ഡലം ബൂത്ത് തല പ്രവർത്തകർ പോകുന്നതിന്റെ വല്ല കണക്കും ഈ പറയുന്ന ഹൈക്കമാൻഡുകാരുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ദേശീയ തലത്തിലോ മാത്രമല്ല, ഇങ്ങ് താഴെ ബൂത്ത് തലത്തിൽ നിന്ന് വരെ BJP-യിലേക്ക് പാർട്ടി പ്രവർത്തകർ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് മുസ്ലിം അല്ലാത്തവർ, മുസ്ലിങ്ങളെ ന്യൂനപക്ഷ പാർട്ടിയിൽപ്പെട്ടവർ നേരെ CPM-ലേക്കും ബാക്കിയുള്ളവർ BJP-യിലേക്കും പോകും എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉയർത്തിയ വേറൊരു കാര്യം. എന്നിട്ടോ പിന്നെ അടുത്തതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനധികം തൃശ്ശൂർ ജില്ലയിലെ എത്ര ജില്ലാ ബ്ലോക്ക് നേതാക്കൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും ഭാര്യമാരും മക്കളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തില്ലെന്ന്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. തൃശ്ശൂരിലുള്ള എത്ര ബ്ലോക്ക് പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കന്മാരുടെയും ഭാര്യമാർക്കും അല്ലെങ്കിൽ അവർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ സ്വന്തം ഭാര്യയും വീട്ടുകാരും വോട്ട് ചെയ്തത് സുരേഷ് ഗോപിക്ക് അല്ല എന്ന്? സത്യമാണ്, കോൺഗ്രസിന്റെ വോട്ടുകൾ ആട്ടാപ്പാട്ടെല്ലാം വീണിട്ടാണ് സുരേഷ് ഗോപിയോടെ ജയിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുരളീധരന്റെ വോട്ടുകളൊക്കെ, പാർട്ടി വോട്ടുകളൊക്കെ എവിടെ പോയി മറഞ്ഞു? ആ പാർട്ടി വോട്ടുകൾ കൃത്യമായി വീണത് സുരേഷ് ഗോപിക്കാണ്. ഈ പറയുന്ന തൃശ്ശൂരിലെ മുൻ DCC ജനറൽ സെക്രട്ടറി തന്നെയാണ് ഈ കാര്യം പറയുന്നത്. പിന്നെ എന്താണ്, പലരുടെയും പ്രൊഫൈലിൽ മോദി ചിത്രം ഇല്ലെന്ന് പറയാൻ കഴിയുമോ? എന്ന് വെച്ചാൽ ഈ പറയുന്ന പല കോൺഗ്രസുകാരന്മാരുടെയും പ്രൊഫൈലിൽ ഇപ്പോഴും മോദിയുടെ ചിത്രം ഉണ്ടെന്ന് തന്നെ വ്യക്തമാക്കുന്ന വരികളല്ലേ ഇതെല്ലാം. അപ്പോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പാലോട് രവി പറഞ്ഞതിനകത്ത് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നത്. ഈ പറയുന്ന കമന്റേറ്റർമാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലേക്കെടുത്തും പാർട്ടി മിഷനറി ഉപയോഗിച്ചും, അങ്ങനെ ഒരു മിഷനറി സാങ്കല്പികമാണെങ്കിലും അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളുടെ എർത്തുകൾ ഉപയോഗിച്ചെങ്കിലും, എന്ന് വെച്ചാൽ അഖിലേന്ത്യാ സംസ്ഥാന നേതൃത്വങ്ങളുടെയൊക്കെ ചില എർത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവരെ ഉപയോഗിച്ചിട്ടെങ്കിലും ഇതിന്റെയൊക്കെ ഒരു നിജസ്ഥിതി കണ്ടെത്തൂ എന്നുള്ളതാണ് യതീന്ദ്രദാസ് പറയുന്നത്. BJP 50,000 വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള 60 നിയോജക മണ്ഡലങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി എന്തെങ്കിലും പരിഹാരം കാണാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. അതായത് BJP-ക്ക് വരാൻ പോകുന്ന, BJP തപ്പിയെടുക്കാൻ പോകുന്ന 60 മണ്ഡലങ്ങൾ, 50,000-ലധികം സീറ്റ് പിടിക്കാൻ സാധ്യതയുള്ള 60 മണ്ഡലങ്ങൾ ഏതാണെന്നെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിയോ ഒരു മെഷീനറിയോ എങ്കിലും ഉപയോഗിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിനെയാണ് ബാധിക്കുക. ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച കാര്യം അതാണ്. ശരിക്കും കോൺഗ്രസ് പാർട്ടിയെയാണ് BJP-യുടെ കടന്നുവരവ് ബാധിക്കാൻ പോകുന്നത്. അവർ ഉന്നം വെച്ചിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാരെയും കോൺഗ്രസിൽ നിന്നുള്ള പ്രവർത്തകരെയുമാണ് BJP ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ BJP-യിലേക്ക് ഹിന്ദുക്കളായുള്ള ആളുകൾ ഉറപ്പായും ചാടി പോകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് പാലോട് രവിയുടെ വാക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ യതീന്ദ്രദാസിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതല്ലേ? സ്വന്തം പാർട്ടിയിലുള്ളവരുടെ ഭാര്യമാരും മക്കളും പോലും വോട്ട് ചെയ്യുന്നത് BJP-ക്കാണ്. അവരുടെ പലരുടെയും പ്രൊഫൈലിൽ ഇപ്പൊ BJP-യിൽ നരേന്ദ്രമോദിയുടെ ചിത്രവും കാണാം. ഇതാണ് ശരിക്കും കോൺഗ്രസിന്റെ ഒരു അവസ്ഥ. അപ്പം ഈ പാലോട് രവി സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ പാലോട് രവിയെ പിടിച്ച് മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. ഒരു കൃത്യമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഉണ്ടാക്കലേ, കൃത്യമായ ഒരു അവലോകനം ഉണ്ടാകണം, വേണ്ട നടപടി ഉണ്ടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 2026-ലേക്ക് എത്തിക്കഴിയുമ്പോൾ മത്സരിക്കാൻ പോലും ബംഗാളികളെ കൊണ്ട് നിർത്തേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിച്ചേരും.